സഹോദരന്മാർ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് പിരിയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാട് നടന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. റബീഉൽ അവ്വൽ 12 സുബഹിയുടെ തൊട്ട് മുമ്പായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നു. അത്യത്ഭുതകരമായിരുന്നു അവിടുത്തെ വരവും പിന്നീടുള്ള വളർച്ച. ആരെയും അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള വളർച്ചയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ ഒരറബി പയ്യനായി ജനിക്കുകയോ വളരുകയോ ചെയ്തിട്ടില്ല. സാധാരണത്വത്തിന്റെ സ്വഭാവം ജീവിതത്തിൽ ഒരിടത്തും നിലനിർത്താതെ എല്ലാം അസാധാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു. ജനിച്ച ഉടനെ തന്നെ അവിടുന്ന് ആദ്യം ചെയ്തത് സുജൂദാണ്. ഹബീബായ തങ്ങൾ തന്റെ 2ാമത്തെ മാസത്തിൽ കാലിന്റെ മുട്ടിൽ എഴുന്ന് നടക്കാൻ തുടങ്ങി. 3 മാസമാകുമ്പോൾ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് സാധിച്ചു. 4ാമത്തെ മാസത്തിൽ ചുമര് പിടിച്ച് അവിടെ നിന്ന് നടന്നു. സൈനി ദഹ്ലാൻ തന്റെ കിതാബിൽ ഈ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. 5ാം മാസമാകുമ്പോൾ പരസഹായമില്ലാതെ അവിടെ നിന്ന് നടന്നു. 7ാം മാസത്തിൽ അവിടുന്ന് വ്യക്തമായി സംസാരം തുടങ്ങി. 9, 10 മാസമാകുമ്പോൾ മറ്റു കുട്ടികളോടൊപ്പം അമ്പെയ്ത്ത് കലയിൽ വൈദഗ്ധ്യം നേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതകരമായി തന്നെ വളർന്നു. ഹലീമ ബീവിയോടൊപ്പം 4 കൊല്ലം, ഉമ്മയോടൊപ്പം 2 വർഷം, അബ്ദുൽ മുത്തലിബ് എന്ന തന്റെ വല്യപ്പയോടൊപ്പം 2 വർഷം. വല്യപ്പയായ അബ്ദുൽ മുത്തലിബ് തന്റെ 140ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വയസ്സ്. പിന്നീട് സുബൈറും അബൂ താലിബും 2 ആളുകളും റസൂലുള്ളാഹി തങ്ങളെ ഏറ്റെടുത്തു. റസൂലുള്ളാഹി തങ്ങളെ 13ാമത്തെ വയസ്സിൽ പിതൃവ്യനായ സുബൈർ മരണപ്പെട്ടപ്പോൾ അബൂ താലിബ് എന്നവർ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് ഏറ്റെടുത്തത്. റസൂലുള്ളാഹി തങ്ങൾ തന്റെ 9ാമത്തെ വയസ്സിൽ സിറിയയിലേക്ക് യാത്ര പോയിട്ടുണ്ട്. 6ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് യാത്ര പോയിട്ടുണ്ട്. പിന്നീട് 25ാമത്തെ വയസ്സിലാണ് വിപുലമായ യാത്ര നടത്തുന്നത്. 25-ൽ തന്നെ കല്യാണം കഴിച്ചു. 40 വയസ്സും 6 മാസവും 5 ദിവസവും ആകുമ്പോ റമദാൻ 17 നുബുവത്ത് കിട്ടി, റിസാലത്തും കിട്ടി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വർഷങ്ങൾക്ക് ശേഷം പൊതുവായ പ്രബോധന പ്രവർത്തനം തുടങ്ങി. പിന്നീട് 53ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ 10 കൊല്ലം മദീനയിൽ താമസിച്ചു. ഈ 10 കൊല്ലം പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തിൽ കാര്യമായ മുന്നേറ്റമുണ്ടായി. റസൂലുള്ളാഹി തങ്ങൾ തന്റെ 63ാമത്തെ വയസ്സിൽ ഹജ്ജ് കഴിഞ്ഞു. ആ ഹജ്ജിൽ 100 ആടുകളെ അറുത്തു. 100 ആടുകളിൽ 63 ആടുകളെ സ്വന്തം കൈകൊണ്ടു തന്റെ മകളുടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനോട് ബാക്കി ആടുകളെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു. 63 കൊല്ലമാണ് താൻ ജീവിക്കുകയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഈ അറിവിലൂടെ താൻ സൂചിപ്പിക്കുകയായിരുന്നു ചെയ്തത്. റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ വഫാത്തിന്റെ 70 ദിവസം മുമ്പ് സൂറത്തുൻ നസ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു. ഇദാ ജാഅ റസൂലുള്ളാഹി വൽ ഫത്ഹ് വറഅയ്ത അൻ-നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. 3 അടയാളങ്ങളാണ് ഈ സൂറയിൽ പറയുന്നത്. 1, മക്ക രാജ്യം മുസ്ലിങ്ങളുടെ കീഴിൽ വരുന്നു.
2, ഇസ്ലാമിന് അനുകൂലമായി സാഹചര്യം ഒരുങ്ങുന്നു. 3, ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടമായി വരുന്നു. ആരായിരുന്നു ആ വിഭാഗം? യമൻകാരായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഹും അല്യനു ഖുലൂബൻ വഅലികു അഫിദ അൽ-ഈമാനു യമാനി വൽ ഹിക്മതു യമാനിയ. തന്റെ വിയോഗശേഷം ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശം വ്യത്യാസമില്ലാതെ പ്രചരിപ്പിക്കാൻ, ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്ത് നടത്താൻ ഒരു ടീം യമൻകാർ ഇവിടെ വരും. അവർ കൂടി വന്നാൽ അങ്ങേക്ക് നിയോഗപരമായ ദൗത്യം നിർവഹിച്ച് സന്തോഷത്തോടെ മടങ്ങാം. ഈ സൂറത്ത് ഇറങ്ങിയ ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചിരിച്ചിട്ടില്ല എന്നാണ് ചരിത്രത്തിലുള്ളത്. വഫാത്തിന്റെ സമയത്തുള്ള ചിരിയല്ലാത്ത സ്വാഭാവികമായ ചിരി ആ മുഖത്ത് നിന്ന് മാഞ്ഞുപോയി. സയ്യിദുനാ റസൂലുള്ളാഹി മടക്കയാത്രയുടെ ഗൗരവം ഉൾക്കൊണ്ടു. സഫർ 29 രോഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീൽ സിയാറത്ത് ചെയ്ത് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ ആയിഷ ബീവിയും രോഗത്തിലാണ്. പറഞ്ഞുകൊണ്ട് കരയുമ്പോ, നീ എന്തിന് കരയുന്നു ആയിഷ? നീ എങ്ങാനും ഈ രോഗത്തിൽ മരണപ്പെടുകയാണെങ്കിൽ ഞാനല്ലേ കബർ ചെയ്യുക? എന്റെ കൈ കൊണ്ടല്ലേ നിന്നെ കബറിലേക്ക് ഇറക്കി വെക്കുക? നീ എന്തിന് കരയുന്നുവെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി ചോദിച്ചു, ഞാൻ അങ്ങ് മരിച്ചു പോയിട്ട് മറ്റു ഭാര്യമാരുമായി ഈ വീട്ടിൽ താമസിക്കാനാണോ അങ്ങനെ പറയുന്നത്? സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചന ആയിഷ ബീവിക്ക് നൽകിയതായിരുന്നു. പക്ഷെ ആയിഷ ബീവി പിന്നീടാണ് അത് മനസ്സിലാക്കിയത്. ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്കും വിഷമിക്കുന്ന സമയത്തും ഹബീബായ തങ്ങൾ മാറി മാറി പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ 13 ദിവസം രോഗമായി കിടന്നിട്ടുണ്ട്. സഫർ 29 മുതൽ റബീഉൽ അവ്വൽ 12 വരെ ഹബീബായ തങ്ങൾ ഈ കിടപ്പിനിടയിൽ നിസ്കാരം വിട്ടുപോയിട്ടില്ല. 2 സഹാബിമാരുടെ തോളിൽ കൈവച്ച് കാല് നിലത്ത് ഉരഞ്ഞ് ഹബീബായ തങ്ങൾ ജമാഅത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന രംഗം ചരിത്രത്തിൽ ഹദീസിൽ വിവരിക്കപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് ആയിഷ ബീവിയുടെ വീട്ടിലെത്തുന്നു. ഇനി ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെ കിടന്നാൽ മതി, ബാക്കി ഭാര്യമാരെല്ലാം സമ്മതിക്കുകയാണ്. ഹഫ്സ ബീവി റസൂലുള്ളാഹി തങ്ങളുടെ മറ്റൊരു ഭാര്യയാണ്. ആ വീട്ടിൽ നിന്ന് വലിയൊരു പാത്രം കൊണ്ടുവന്നു. 7 കിണറിലെ വെള്ളമെടുത്തു. ആ കിണറിലെ വെള്ളമെടുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ആ പാത്രത്തിൽ ഇരുത്തിയിട്ട് ഭാര്യമാരെ കുളിപ്പിച്ചു. വല്ലാത്ത ആശ്വാസമുണ്ടായി. ഹബീബായ തങ്ങൾ നേരെ പള്ളിയിലേക്ക് വന്നു. പള്ളിയുടെ മിമ്പറിന്റെ സ്റ്റെപ്പുകളിൽ നിൽക്കാൻ കഴിയാതെ അവിടുന്ന് ആ സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് തന്റെ അവസാനത്തെ പ്രസംഗം നടത്തുന്നത്. സഹാബത്ത് കരഞ്ഞു. കാരണം വേർപാടിനെ കുറിച്ചുള്ള സൂചനകളാണ് ഹബീബായ തങ്ങൾ തന്റെ അവസാന പ്രഭാഷണത്തിൽ നടത്തുന്നത്. സഹാബത്ത് കരഞ്ഞപ്പോ, നിങ്ങൾ എന്ത് കരയുന്നു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കാൻ നേരത്തെ അങ്ങ് പോവുകയല്ലേ? മഹ്ശറിൽ നിങ്ങൾ വരുമ്പോ എന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഹൗദുൽ കൗസറിന്റെ ചാരത്താണ്. മൗഖിദുകുമുൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ ചാരത്ത് ഞാൻ നിങ്ങളെ കാത്തിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഒരു വാക്ക് അപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗദുൽ കൗസറിന്റെ ചാരത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവന്റെ നാവും കൈകളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അനർത്ഥങ്ങൾ പറയരുത്, അനാവശ്യങ്ങൾ ചെയ്യരുത്. എങ്കിൽ എന്റെ ചാരത്തേക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾ മഹ്ശറിൽ വന്ന് ബേജാറിന്റെ ദിവസം നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് ഹൗദുൽ കൗസറിന്റെ ചാരത്താണെന്ന് പറഞ്ഞ് ആശ്വാസം നൽകി ഹബീബായ തങ്ങൾ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. 5 ദിവസം കൂടി കഴിഞ്ഞു. റബീഉൽ അവ്വൽ 12 സുബഹി ബാങ്ക് കൊടുത്ത് സഹാബത്ത് നിസ്കാരത്തിൽ നിൽക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുന്നിൽ, അച്ചടക്കത്തോടെ സഹാബത്ത് പിറകിൽ. ഹബീബായ തങ്ങൾ തന്റെ വീടിന്റെ വാതിലിന്റെ കർട്ടനങ്ങൾ നീക്കി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തുമായി നിസ്കാരത്തിൽ നിൽക്കുന്ന രംഗം. ഹബീബായ തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. എന്താണ് ആ പുഞ്ചിരിയുടെ അർത്ഥം? എന്റെ സാന്നിധ്യം ഇല്ലെങ്കിലും എന്റെ അഭാവത്തിലും ഈ ഉമ്മത്തിനെ നയിക്കാൻ സിദ്ദീഖിന് പ്രാപ്തിയുണ്ട്. സിദ്ദീഖ് നയിക്കുമ്പോൾ അച്ചടക്കത്തിൽ നിൽക്കുന്നവരാണ് എന്റെ അനുയായികൾ. റസൂലുള്ളാഹി തങ്ങൾ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ആ രംഗം നോക്കിക്കാണുകയാണ്.
ഹബീബായ തങ്ങളുടെ ചിരി കണ്ടപ്പോ സഹാബത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ തോന്നുകയാണ്. അപ്പോഴേക്ക് റസൂലുള്ളാഹി തങ്ങൾ കർട്ടൻ വലിച്ചിട്ടു, നിസ്കാരം തുടരാൻ വേണ്ടി പറഞ്ഞു. നിസ്കരിച്ചു. ഹബീബായ തങ്ങളുടെ രോഗം 13 ദിവസം നീണ്ടു നിന്നപ്പോ ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ രോഗമായി പള്ളിയിലേക്ക് വരുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വേഗം റൂമിൽ പോകുന്നുണ്ട്. ഹബീബായ തങ്ങളുമായി സംസാരിക്കാൻ കഴിയുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല. സഹാബത്ത് 13 ദിവസവും തന്റെ പള്ളിയുടെ റസൂലുള്ളാഹി തങ്ങളുടെ പള്ളികളെ ചുറ്റുവട്ടത്തിൽ കഴിച്ചുകൂട്ടി. പലരും വീട്ടിലേക്ക് പോയിട്ടില്ല എന്ന് കാണാം. ഇന്ന് റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചിട്ടുണ്ട്. ഹബീബിന്റെ രോഗം ഭേദപ്പെട്ടോ? റസൂലുള്ളാഹി തങ്ങൾക്ക് ആശ്വാസം ഉണ്ടായോ? സിദ്ദീഖുൽ അക്ബർ വന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു ബന്ധുവുണ്ട് ദൂരെ, ആ ബന്ധുവിനൊന്ന് കാണാൻ പോകാനുണ്ട്, സമ്മതിക്കണം. റസൂലുള്ളാഹി തങ്ങൾ സമ്മതം കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ അങ്ങ് പോയതാണ്. പലരും പല വഴിക്ക് പോകുന്ന സമയം ഏകദേശം 8 മണിയാകുമ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ഹബീബായ തങ്ങൾ കിടക്കുകയാണ്. ഹബീബായ തങ്ങൾ ചോദിച്ചു, ആയിഷ, റൂമിൽ ഒരാളുണ്ട്, ആരാണെന്ന് നിനക്കറിയുമോ? ഇല്ല. ആരാണ്? അത് അസ്രായേലാണ്. എന്തിനാണ് അസ്രായേൽ വന്നത്? എന്റെ റൂമിനെ പിടിക്കാനുള്ള സമ്മതം ചോദിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനത്തെ മറുപടിയാണ് പറഞ്ഞത്. ഞാനൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. എന്റെ കൂട്ടുകാരൻ ജിബീൽ വരട്ടെ, ജിബീൽ അലൈഹിസ്സലാമിനോട് മുശാവറ നടത്തിയിട്ട് മറുപടി പറയാം. അപ്പോഴേക്ക് നസലൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറങ്ങി വരികയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തന്റെ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാമുമായി മുശാവറ നടത്തുകയാണ്. ഇന്ന റബ്ബക ലമുസ്താ, അല്ലാഹു തആല അങ്ങയോട് താല്പര്യമുള്ളവനാണ്. ഈ മറുപടി കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട അസ്രായേൽ അലൈഹിസ്സലാമിനോട് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടു. ഉടനെ റസൂലുള്ളാഹി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, നമ്മുടെ പണസഞ്ചി എവിടെ? കൊണ്ടുവരപ്പെട്ടു. 70 ദിർഹമുകളുണ്ട്. ആയിഷ, പെട്ടെന്ന് കൊടുത്തു തീർക്കൂ. ഈ പണസഞ്ചി കാലിയാകുന്നതിന്റെ മുമ്പ് ഞാൻ മരണപ്പെട്ടാൽ എന്റെ റബ്ബുമായി ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? ആ പണം മുഴുവനും സദഖ ചെയ്യുന്നു, അടിമകളെ ഇട്ട് ചെല്ലുന്നു, വേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ അളിയൻ സിദ്ദീഖുൽ അക്ബറിന്റെ മകൻ റൂമിലേക്ക് കയറി വരുന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്നു. ആയിഷ ബീവി ചോദിക്കുന്നു, എന്താണ് അങ്ങേക്ക് വേണ്ടത്? തന്റെ അളിയന്റെ കീശയിലേക്ക് റസൂലുള്ളാഹി നോക്കുകയാണ്. അറാഖിന്റെ ഒരു കമ്പ് ആ കീശയിലുണ്ട്, അത് അങ്ങേക്ക് വേണമോ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ തലയാട്ടുന്നു. തന്റെ ആങ്ങളയുടെ കീശയിൽ നിന്ന് അറാഖെടുത്തിട്ട് തന്റെ പല്ലുകൊണ്ട് ചതച്ച് പാകപ്പെടുത്തിയിട്ട് ഹബീബായ തങ്ങൾക്ക് പല്ല് തേച്ചു കൊടുക്കുകയാണ്. ആ എന്തുമാത്രം ഭംഗിയുള്ള പല്ലുകളാണ്! ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി റൂമിൽ നിന്ന് സംസാരിക്കുമ്പോ പല്ലുകളുടെ വെളിച്ചം റൂമിന്റെ ചുമരിൽ വിളക്കി ടോർച്ചടിക്കും പോലെ പതിയാറുണ്ട്. ആ തിളക്കമുള്ള പല്ലുകളിൽ അവസാനത്തെ മിസ്വാക്ക് നടത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇടക്ക് റസൂലുള്ളാഹി തങ്ങൾ തൊട്ടടുത്തുള്ള തോൽപാത്രത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നു. ആ വെള്ളം തന്റെ മുഖത്ത് ഇങ്ങനെ കുടയുന്നു. ബോധം നഷ്ടപ്പെടുന്നു. തിരിച്ചു വരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിയിൽ കിടന്നിട്ട് എന്തോ പറയുന്നുണ്ട്. വ്യക്തമായി എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്റെ കർണപുടങ്ങളെ അവിടുത്തെ അതരങ്ങളോട് ചേർത്ത് വെച്ചപ്പോ ഹബീബായ തങ്ങളിൽ നിന്ന് അവസാനം വന്ന ഉപദേശത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. എന്താണ് അവിടുന്ന് പറയുന്നത്? സ്ത്രീകളുടെ വിഷയം ശ്രദ്ധിക്കണമെന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നത്. ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ലോകത്തിന്റെ നേതാവ് ഈ ലോകത്തോട് പിരിയുമ്പോ അവസാനമായി ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത് സ്ത്രീകളുടെ കാര്യമാണ്. അമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് അവരോട് മാന്യമായി പെരുമാറണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നീട് ഉപദേശത്തിന് വേണ്ടി ആ ചുണ്ടുകൾ അനങ്ങിയിട്ടില്ല. ലോകത്തോട് പിരിയുമ്പോ റബീഉൽ അവ്വലിന്റെ അവസാനത്തെ ദിവസം, അല്ലെങ്കിൽ അവസാനത്തെ ദിവസത്തിന്റെ മുമ്പുള്ള ദിവസം, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് പിരിയുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് പിരിയുമ്പോ ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് അവസാനമായി അവിടുത്തെ ചുണ്ടിൽ വിരിഞ്ഞ ഉപദേശം നിസ്കാരത്തെ
കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. അത് ഭക്തിയോടെ നിസ്കരിക്കണം. സുന്നത്തിന്റെ അകമ്പടികളോടുകൂടി നിസ്കരിക്കണം. അല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളും നമ്മൾ നിർവഹിക്കണം. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപദേശം എപ്പോഴും നമ്മുടെ കാതുകളിൽ ഉണ്ടാകണം. അവിടുന്ന് പിരിയുമ്പോ അവസാനമായി അവിടുന്ന് നമ്മോട് പറഞ്ഞ കാര്യം നിസ്കാരത്തിന്റെ കാര്യമാണ്. അതും പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, ആ കലിമത്ത് അവിടുന്ന് പറയുന്നു. അതിനുശേഷമായി അവിടുന്ന് പറയുന്നു അർ-റഫീഖുൽ അഅ്ലാ, ഉത്തമനായ കൂട്ടുകാരൻ അല്ലാഹുവിനെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇതെല്ലാം തഖ്താറുനായ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നില്ല, അല്ലാഹുവിനെ തിരഞ്ഞെടുക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് ലോക നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി ഇതും പറഞ്ഞിട്ടങ്ങ് പിരിയുകയാണ്. ആയിഷ ബീവി ചിന്തിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? ഒരാളും ആ റൂമിലില്ല. തൊട്ടപ്പുറത്തുള്ള തലയണ അത് വലിച്ച് ഹബീബായ തങ്ങളുടെ തലയുടെ ചുവട്ടിൽ വെച്ചു കൊടുത്തു. ഒരു പുതപ്പെടുത്ത് റസൂലുള്ളാഹിനെ പുതപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇത് ചെയ്യുമ്പോഴേക്ക് വാതിൽ മുട്ടുകയാണ്. ആരാണ് വാതിൽ മുട്ടുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, രണ്ടാളും അന്യപുരുഷന്മാരാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല തന്റെ ഹിജാബ് ഇട്ടിട്ട് 18ഓ 19ഓ വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ ഭർത്താവ് മരണപ്പെട്ട വിവരം മറ്റൊരാൾ അധികം പോലും ചെയ്യാത്ത സമയത്ത് അന്യപുരുഷന്മാർ വീട്ടിൽ വരുന്നു എന്ന് കാണുമ്പോ ഹിജാബ് ഇടാൻ തിടുക്കം കാണിക്കുകയാണ്. ഹിജാബ് ഇട്ട് ഒരു ഭാഗത്തേക്ക് മാറിയിരുന്ന് രണ്ട് സഹാബിമാർ അകത്തേക്ക് കയറി വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്കുള്ള ആ പുതപ്പം കൊണ്ട് മാറ്റിയിട്ട് ഹബീബായ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തായിരിക്കും ആ രംഗം? മുആവിയ റളിയല്ലാഹു അൻഹു സർവ്വധൈര്യവും സംഭരിച്ചിട്ട് പറഞ്ഞു, ഖത്തുഫി റസൂലുള്ളാഹി, റസൂലുള്ളാഹി തങ്ങൾ പോയല്ലോ ഉമറേ. അപ്പോഴേക്കും ഉമറിന്റെ സ്വഭാവം മാറി. വാളൂരി പിടിച്ചിട്ടാണ് ഉമർ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന് ആര് പറഞ്ഞാലും അവനെ ഞാൻ വെട്ടും. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ ഗർജനമാണത്. അതും പറഞ്ഞ് രണ്ട് സഹാബിമാർ പുറത്തേക്ക് ഇറങ്ങി. സഹാബത്ത് കേൾക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്ന് പറയുന്നവരെ വെട്ടുമെന്ന ആ ഗർജനം മാത്രമാണ് സഹാബത്ത് കേൾക്കുന്നത്. അപ്പോഴേക്ക് അബ്ദുല്ലാഹി ഇബ്നു അനീസിനെ പോലെയുള്ള 7ഓളം സഹാബിമാർ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ആ കേട്ട 7 സഹാബിമാരും അറ്റാക്ക് സംഭവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അധിക സഹാബിമാരും കേൾക്കുന്നത് ഉമറിന്റെ ഗർജനമാണ്. സത്യത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഗർജനം ഈ ഉമ്മത്തിനൊരു കാവലായിരുന്നു. കാരണം റസൂലുള്ളാഹി പെട്ടെന്ന് വഫാത്തായി എന്ന് കേൾക്കുമ്പോ അത് സഹിക്കാൻ മാത്രമുള്ള, അത് താങ്ങാൻ മാത്രമുള്ള കെൽപ്പ് സഹാബത്തിന് ഇല്ലായിരുന്നു. കാരണം ആളുകളൊക്കെ ഇത് കേട്ടപ്പോ എന്താണ് ചെയ്യേണ്ടത്? അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് അങ്ങ് കയറി വാതിലടച്ചു. പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആൺകൂട്ടത്തിലുണ്ട്, ഒരക്ഷരം സംസാരിക്കുന്നില്ല. സഹാബത്ത് ചോദിച്ചു, യാ ജാബിർ അയ്ന സാഹിബ് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരൻ സിദ്ദീഖ് എവിടെ പോയി? ജാബിറെ, സിദ്ദീഖ് ഇല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണൂല. അപ്പോഴേക്ക് സിദ്ദീഖിനെ അന്വേഷിച്ച് പല ഭാഗത്തേക്കും ആളുകൾ നോക്കുകയാണ്. കുതിരപ്പുറത്ത് ഓടി വരുന്നു സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രംഗം കാണുമ്പോ, ജാബിറെ യാ തൂഫി റസൂലുള്ളാഹി, റസൂലുള്ളാഹി വഫാത്തായോ? എന്താണ് ജനങ്ങൾ ഇങ്ങനെ വേജാറായി നിൽക്കുന്നത്? അപ്പോഴേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, വഫാത്തായി എന്ന് പറയാൻ ധൈര്യമില്ല. ഉമറുൽ ഫാറൂഖ് ഇങ്ങനെയാണ് പറയുന്നത്, ഹബീബായ തങ്ങൾ വഫാത്തായി എന്ന് പറയുന്നവരെ വെട്ടുമെന്നാണ് ഉമറുൽ ഫാറൂഖ് പറയുന്നത്. ഇതാണ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ വന്നു, വാനപ്പുറത്ത് നിന്ന് ഇറങ്ങി പള്ളിയിൽ കയറി ജനക്കൂട്ടത്തെ മാറ്റി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് കയറിയപ്പോ ഒരു ഭാഗത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു തന്റെ പ്രിയപ്പെട്ട മകൾ ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു ഭാഗത്ത് റസൂലുള്ളാഹി തങ്ങൾ പുതപ്പും പുതച്ചിങ്ങനെ കിടക്കുകയാണ്. ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് വന്നിട്ട് അവിടുത്തെ പുതപ്പൊക്കെ മാറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് സിദ്ദീഖ് അങ്ങ് വീണു. ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ നെറ്റിയിൽ ചുംബിക്കൽ സുന്നത്താണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ റസൂലുള്ളാഹി തങ്ങളെ ചുംബിച്ച് റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, തിബ്ത ഹയ്യൻ വ മയ്യിതാ, ജീവിതകാലത്ത് എന്തൊരു സുഗന്ധമുണ്ടായിരുന്നു. സൗർ ഗുഹയിൽ മടിയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ ഉറക്കിയിട്ടുണ്ട്. ആ ഹിജ്റയുടെ വേളയിൽ ചെറിയ കുട്ടികളെ എടുക്കുന്നത് പോലെ
നിൽക്കാൻ സിദ്ദീഖുൽ അക്ബറിന് സാധിച്ചിട്ടുണ്ട്. ആ പുണ്യ ശരീരത്തിന്റെ പരിമളം നല്ലപോലെ ആസ്വദിച്ച സിദ്ദീഖുൽ അക്ബറാണ് പറയുന്നത്, ജീവിതകാലത്ത് ഈ പുണ്യ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമുണ്ടായിരുന്നു. അതേ സുഗന്ധം വഫാത്തിന് ശേഷവും ഈ ശരീരത്തിനുണ്ടല്ലോ. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉദ്കുന്ന ഇൻദ റബ്ബിക യാ റസൂലല്ലാഹ് വല്ലകും ബിബാലിക യാ ഹബീബല്ലാഹ്. അങ്ങ് അല്ലാഹുവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. സാധുക്കളായ ഞങ്ങളെ കുറിച്ച് ഓർമ്മ വേണം. അങ്ങയുടെ മനസ്സിലൊന്നും ഞങ്ങൾ ഉണ്ടാകണം. ആദ്യമായി റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ച പുറമെയുള്ള ആള് സിദ്ദീഖുൽ അക്ബറാണ്. ആ സിദ്ദീഖുൽ അക്ബറാണ് ഹബീബായ തങ്ങൾ വഫാത്തായപ്പോ ആദ്യമായി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്നതും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ്. ഞങ്ങളെ കുറിച്ച് ഓർമ്മ വേണമെന്ന് പറയുന്നു. പിന്നീട് റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മദീനത്തെ പള്ളിയിലേക്ക് വന്ന്, മദീനത്തെ പള്ളിയിൽ വന്നിട്ട് എല്ലാവരോടും ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ഉമറുൽ ഫാറൂഖ് അല്ലാത്ത മുഴുവൻ ആളുകളും ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ഉമറിനോട് പറയുന്നു, ഉമറെ ഇരിക്കണം. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നില്ല. അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ആയത്തോതി അങ്ങ് പ്രഖ്യാപിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം കേട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു യാന്ത്രികമായി ഇരുന്നുപോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ കാത് മുളച്ച ശേഷം ഞാൻ ആദ്യമായി ഈ ആയത്ത് കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി, എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വരുന്നു. എല്ലാവരും അവിടെ ഇരുന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിക്കേണ്ടതുണ്ടോ? ഹബീബായ തങ്ങളെ കഫൻ ചെയ്യേണ്ടതുണ്ടോ? ഹബീബായ തങ്ങൾക്ക് വേണ്ടി കവർ കുഴിക്കേണ്ടതുണ്ടോ? കവർ കുഴിക്കണമെങ്കിൽ ഏത് കവറാണ് കുഴിക്കേണ്ടത്? ഹബീബായ തങ്ങളെ കവറിൽ ഇറക്കി വെക്കേണ്ടതുണ്ടോ? ഓരോ ചോദ്യത്തിനും പക്വതയാർന്ന മറുപടി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുകയാണ്. അവിടെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഴുവൻ ആളുകൾക്കും വിവരം കൊടുക്കുന്നു, എല്ലാ അറിവുകളും നൽകുകയാണ്. ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ ഉച്ചയുടെ മുമ്പാണ് മരണപ്പെട്ടത്. പിറ്റേന്ന് സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പായി ഞങ്ങൾ ഒരു ശബ്ദം കേട്ടു. റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്ന റൂമിൽ കൈക്കോട്ടിന്റെയും പിക്കാസിന്റെയും ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഖബർ കുഴിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പുണ്യ ശരീരം കുളിപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവാണ്. കാരണം അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്തുണ്ടായിരുന്നു, നിങ്ങളല്ലാതെ മറ്റൊരാളും ഈ കൃത്യം ചെയ്യരുത്. കാരണം ആരെങ്കിലും എന്റെ ഔറത്ത് കണ്ടുപോയാൽ അവന്റെ കണ്ണ് പൊട്ടിപ്പോകും. അലി റളിയല്ലാഹു അൻഹു കൃത്യതയോടെ ബഹുമാനപ്പെട്ടവർ ആ കൃത്യം നിർവഹിച്ചു. ഹബീബായ തങ്ങളെ കഫൻ ചെയ്തു. ഹബീബായ തങ്ങളുടെ പേരിൽ നിസ്കാരം മലായികത്ത് നിർവഹിച്ചു. പിന്നീട് സഹാബത്ത് നിസ്കരിച്ചു, സഹോദരിമാര് നിസ്കരിച്ചു. സാധാരണ സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കാറില്ല, നിസ്കരിച്ചാൽ അവർക്ക് പ്രതിഫലം കിട്ടാറില്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകതയാണ്, ഓരോ പുരുഷന്മാര് വന്ന് നിസ്കാരം നിർവഹിച്ച്, സ്ത്രീകൾ നിസ്കരിച്ച്, കുട്ടികൾ നിസ്കരിച്ച്, എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട്. കൂട്ടമായ ജമാഅത്തായ നിസ്കാരം ഹബീബായ തങ്ങളുടെ പേരിൽ നടന്നിട്ടില്ല. ഓരോരുത്തരായി നിസ്കരിച്ച് പിന്നീട് ആ പുണ്യ ശരീരം തിങ്കളാഴ്ച ഉച്ചയുടെ മുമ്പാണ് അവിടുന്ന് പിരിഞ്ഞത്. തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ച രാത്രി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യ ശരീരം ഖബറിലേക്ക് ഇറക്കി വെച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീതെ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിന്റെ ദിവസമാണ്. അന്ന് മദീന കരഞ്ഞു. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് പിറ്റേന്ന് സുബഹി ബാങ്ക് കൊടുക്കുമ്പോ ബാങ്കിന്റെ ശബ്ദം പൂർത്തിയാക്കാൻ കഴിയാതെ മദീന മൊത്തമായി കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അന്ന് ലോകം മുഴുവൻ പ്രകാശമാണ്. അവിടത്തേക്ക് രൂപവത്ത് കിട്ടിയത് റമദാനിലെ ഒരു തിങ്കളാഴ്ചയാണ്. അന്ന് പ്രകാശത്തിന്റെ വെളിച്ചം ഒന്നുകൂടി വ്യക്തമായി തിളങ്ങി നിൽക്കുന്ന
ദിവസമാണ് ഹബീബായ തങ്ങൾ മദീനയിലെത്തിയത്. അതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. സഹാബത്ത് പറയുന്നുണ്ട് മദീന വല്ലാതെ തിളങ്ങിയ ദിവസമാണ്. ഹബീബായ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത് അതും ഒരു തിങ്കളാഴ്ചയാണ്. അന്ന് മദീന കറുത്തുപോയ ദിവസമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിന്റെ സ്മരണകൾ കൂടിയുള്ള ഈ സമയത്ത് നമ്മുടെ ചിന്തയിൽ, നമ്മുടെ കാതുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് അവസാനമായി ഇവിടുന്ന് പറഞ്ഞ ആ ഉപദേശം നമ്മുടെ കാതുകളിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു വേർപാടിന്റെ രംഗം സഹാബത്ത് എങ്ങനെയായിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക? പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, റസൂലുള്ളാഹിന്റെ പേരിൽ ഇത്തരം പരിപാടികൾ നടത്തി ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹബീബായ തങ്ങൾ നോക്കുമ്പോ ഇവിടെ ഹിദായ കോളേജ് ഇസ്ലാമിന്റെ ദഅവത്ത് ഏറ്റെടുത്ത നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ മനോഹരമായി നിർമ്മിച്ചുണ്ടാക്കിയ ഈ സ്ഥാപനത്തിന്റെ ചുറ്റുവട്ടങ്ങൾ അൽഹംദുലില്ലാഹ് മനോഹരമായ ഒരു പള്ളി, അൽഹംദുലില്ലാഹ് രാവും പകലും ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ശുഭ്രവസ്ത്രധാരികളായ നമ്മുടെ കുട്ടികൾ ഈ രംഗം കാണുമ്പോ ഹബീബായ തങ്ങൾ സന്തോഷിക്കില്ലേ? എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ ഈ ദീനിന്റെ വ്യാപനത്തിന് വേണ്ടി നന്നായി അധ്വാനിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നല്ല കടമുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും എന്റെ ദീനിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പിൻഗാമികൾ അധ്വാനിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ കാണുമ്പോൾ അവിടത്തേക്ക് എന്തൊരു സന്തോഷമാണ്. ഈ സ്ഥാപനത്തെ, ഇതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളെ നമ്മൾ സഹായിക്കുമ്പോൾ ഹബീബായ തങ്ങൾ നമ്മെ കാണുകയാണ്, നമ്മെ ശ്രദ്ധിക്കുകയാണ്, അവിടുത്തെ പൊരുത്തം നമുക്ക് കിട്ടുകയാണ്. ഇതല്ലേ സഹോദരന്മാരെ നമുക്ക് വേണ്ടത്? അതേ സമയത്ത് ഹറാമ് ചെയ്യുമ്പോ, തെറ്റ് ചെയ്യുമ്പോ, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മുടെ ഹബീബിന് എന്തൊരു വിഷമമായിരിക്കും. എന്റെ ഉമ്മത്തിന്റെ നന്മകൾ എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. നല്ലത് കാണുമ്പോ അൽഹംദുലില്ലാഹ് പറയും. ഈ സ്ഥാപനം കണ്ടപ്പോ, ഈ പരിപാടി കണ്ടപ്പോ, ഈ ജനക്കൂട്ടത്തെ കാണുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഹബീബിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലല്ലേ നമ്മൾ സജീവമാകേണ്ടത്? എന്നാൽ റസൂലുള്ളാഹി തങ്ങൾക്ക് വേദനയുണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ, നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോ, ഈ ഇസ്ലാമിക ദഅവത്തിനെതിരെ പുറത്തിട്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് വേദനിക്കുകയാണ്. ഇനിയും വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണമോ? അതല്ല റസൂലുള്ളാഹി തങ്ങളെ സന്തോഷിപ്പിക്കണമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹബീബായ തങ്ങൾക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.